Hi all, welcome to Competitive Cracker. This is me, Alfin Abdul Salam. National Education Policy, New Education Policy 2020, NEP 2020. നമ്മൾ പേപ്പർ 1-ൽ ഒരുപാടധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് NEP 2020. എന്താണ് NEP 2020? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപാടധികം വ്യത്യാസം കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് വെച്ച ഒരു ബില്ലാണ് NEP 2020. പുത്തൻ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, വാട്ട് എവർ ഇറ്റ് ബി. അവിടെ നമ്മൾ പഠനത്തിലേക്ക് നമ്മളതിലേക്ക് കൊണ്ടുപോകുമ്പോഴും നമ്മളതിൻ്റെ ഘടകങ്ങളെപ്പറ്റി, അതിൽ 3 തരത്തിലാണ് നമ്മുടെ ഡിസ്കഷൻ നടക്കുന്നത്, അല്ലെ 3 വിധത്തിലാണ് അവിടെ NEP വിദ്യാഭ്യാസത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. 1 സ്കൂൾ എഡ്യൂക്കേഷൻ, 2 ഹയർ എഡ്യൂക്കേഷൻ, 3 വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ഇവിടെയൊക്കെ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ പോളിസി മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഈ ഡോക്യുമെൻസിലുള്ളത്. നമുക്കത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും നമുക്ക് നെറ്റ് പരീക്ഷയെ എങ്ങനെയാണിത് ബാധിക്കുന്നത് എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നെറ്റ് നിങ്ങൾ നേടേണ്ടതിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നെറ്റ് നിങ്ങൾ നേടേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നും കൂടി ഈ ഡോക്യുമെൻ്റ് നമ്മളോട് പറയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. NEP മുമ്പോട്ട് വെച്ച അതേ നിർദ്ദേശം പിന്തുടർന്നുകൊണ്ട് UGC നിർത്തലാക്കുന്നു. UGCയോടൊപ്പം തന്നെ AICTE പോലെയുള്ള മറ്റ് കുറച്ച് ബോർഡുകളും കൂടെ എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്ത് കളയുന്നു. അതിന് പകരമായിട്ട് HECI അഥവാ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയ ബോഡിയെ നിയമിക്കാൻ പോകുന്നു എന്നുള്ളത്, അത് NEPയിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ NEP എന്നാൽ എന്താണ് നമ്മുടെ സെക്ടറിൽ, ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ, HEI ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയും ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ പറ്റിയും എന്തെല്ലാമാണ് NEPയിൽ പ്രതിപാദിക്കുന്നത്, അതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നാളത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും, നാളത്തെ റിസർച്ച് ട്രെൻഡ് ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും, നാളെ എന്തായിരിക്കും നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മളുടെ എക്കണോമിയെ, നമ്മളുടെ ജോബ് മാർക്കറ്റിനെ, നമ്മളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ എങ്ങനെ ഈ വിദ്യാഭ്യാസ നയം ബാധിക്കും, അതെങ്ങനെ നമ്മളെ നെറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ തവണകളിലായിട്ട് പരീക്ഷകളിൽ കുറച്ചധികം പാറ്റേൺ ചേഞ്ചുകൾ, അല്ലെങ്കിൽ പൊടുന്നനെ പരീക്ഷ വളരെ ടഫാകുന്നൊരു അവസ്ഥയൊക്കെ ഇംഗ്ലീഷും എക്കണോമിക്സും പോലെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ നമ്മൾ കണ്ടു. നെറ്റ് എക്സാം മാറുകയാണ്, അടിപൊളി മാറുകയാണ്. എന്തായിരിക്കാം ഇതിന് കാരണം? ഇനി ഭാവിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള ആകുലതകളും ടെൻഷനുകളും എല്ലാം തന്നെ ഏത് നെറ്റ് ആസ്പിരൻറ്റിൻ്റെ ഉള്ളിലേക്കും ഇട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കഴിഞ്ഞ ജൂൺ 2025 നെറ്റ് പരീക്ഷയിൽ കണ്ടത്. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ, വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വളരെ ഡീറ്റെയിൽഡ് ആൻഡ് കീൻ ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ മാത്രം ആൻസർ കണ്ടുപിടിക്കാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെ കോണ്ടന്റ് ആയിരുന്നു ഇംഗ്ലീഷിലെ പരീക്ഷയ്ക്കുണ്ടായിരുന്നത്. പേപ്പർ 1-ലും പേപ്പർ 2-ലും ടൈം തികയാത്ത രീതിയിലേക്ക് നമ്മൾ പരീക്ഷയെ ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക, ഇത് ഒരു ബാഹ്യമായിട്ടുള്ള, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷനാണ്. പക്ഷേ ഇതെന്താണ് ഇതിൻ്റെ ബാക്കിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കവർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഡിസംബർ പരീക്ഷ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഈ വരുന്ന ഡിസംബറിലെ നെറ്റ് പരീക്ഷയ്ക്ക് ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഡിസംബറിലേക്ക് നിങ്ങൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി നമ്മുടെ JRF വിക്ടറി ബാച്ച് ഡിസംബർ 2025 ഇസ് ഫുൾ ഓൺ ആൻഡ് പവർ. ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, നമ്മളുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഒട്ടും വൈകിപ്പിക്കേണ്ട ആവശ്യമില്ല. നേരെ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, ഇങ്ങ് പോരുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സബ്ജക്റ്റ് നോളജ് ആക്ടിവിറ്റീസിലൂടെ പഠിച്ചുകൊണ്ട്, ലൈവ് ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട്, ഡീറ്റെയിൽഡ് വീഡിയോ ലെസൺസിലൂടെ നമ്മൾ സബ്ജക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട്, എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ട്, പോൾ ക്വസ്റ്റ്യൻസും മോക്ക് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തുകൊണ്ട്, ക്വസ്റ്റ്യൻസ് ഫെമിലിയറൈസ്ഡ് ആയിട്ട് സബ്ജക്റ്റ് എക്സ്പേർട്സ് ആയിട്ട് തന്നെ ഡിസംബറിൽ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിസംബറിലേക്ക് JRFും നെറ്റും ക്വാളിഫൈ ചെയ്യാനുള്ള സിസ്റ്റവുമായിട്ട് CC തയ്യാറാണ്. സോ യു ക്യാൻ ഓൾവേസ് കോൾ us, join our team, and you can be in the next 1000 net holders in December 2025 from Competitive Cracker. So, getting into the content. എന്തൊക്കെയാണ് NEP മുമ്പോട്ട് വയ്ക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ നയങ്ങൾ എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് ഏകദേശം 7 മുതൽ 8 പോയിന്റ്സ് വരെയാണ്, നമുക്ക് 7 സബ് ടോപ്പിക്കുകളാണ് നമുക്ക് NEPയിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. Quality universities and colleges, institution restructuring and consolidation towards a more holistic and multidisciplinary education, optimal learning environment and support for students, motivated, energized and capable faculty. യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും ക്വാളിറ്റി ഉറപ്പുവരുത്തുക, ഇൻസ്റ്റിറ്റ്യൂഷനെ റീസ്ട്രക്ചർ ചെയ്യുക, കൺസോളിഡേറ്റ് ചെയ്യുക, മോർ ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി. നമുക്ക് എന്താണ് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള വിവിധ ഡിസിപ്ലിൻസിൽ നിന്നുള്ള എഡ്യൂക്കേഷൻസിനെ കോർത്തിണക്കിക്കൊണ്ടുള്ള നമ്മുടെ നളന്ദ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു മോഡ് ഓഫ് എഡ്യൂക്കേഷനിലേക്ക്, മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുപോവുക. ഒപ്റ്റിമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് സപ്പോർട്ട് ഫോർ സ്റ്റുഡൻറ്റ് സപ്പോർട്ടിൻ്റെയും ലേണിംഗ് എൻവയോൺമെൻറ്റിൻ്റെയും ഒപ്റ്റിമൈസേഷൻ, അവർക്ക് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള രീതിയിലേക്ക് എൻവയോൺമെൻറ്റിനെ മാറ്റുക. മോട്ടിവേറ്റഡ്, എനർജൈസ്ഡ് ആൻഡ് കേപ്പബിൾ ഫാക്കൽറ്റി, ഫാക്കൽറ്റിയുടെ ക്വാളിറ്റിയിലും മോട്ടിവേഷനിലും എനർജിയിലും മികവ് കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ വേറെ എന്താണുള്ളത്? ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇക്വാലിറ്റി അല്ല, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ടീച്ചർ എഡ്യൂക്കേഷൻ, അധ്യാപകരുടെ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ. കാറ്റലൈസിങ് ക്വാളിറ്റി അക്കാഡമിക് റിസർച്ചിലേക്കുള്ള മുൻതൂക്കം കൂട്ടേണ്ട അവസ്ഥയെ പറ്റിയുള്ള ഡിസ്കഷൻ. റെഗുലേറ്ററി സിസ്റ്റം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ റെഗുലേറ്ററി സിസ്റ്റത്തിനെ മാറ്റുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം NEPയിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് കാറ്റലൈസിങ് ക്വാളിറ്റി അക്കാഡമിക് റിസർച്ച്. ക്വാളിറ്റി ഉള്ള അക്കാദമിക് റിസർച്ചിനെ ത്വരിത ഗതിയിലേക്ക് കൊണ്ടുവരിക, കൂടുതലായിട്ട് റിസർച്ചിന് സപ്പോർട്ട് കൊടുക്കുക. റിസർച്ച് വർക്കുകൾ, റിസർച്ച് തീസിസ്, സ്റ്റഡീസ് നമ്മുടെ രാജ്യത്ത് കൂടുതൽ കൊണ്ടുവന്ന് നോളജ് ജനറേഷൻ കൂട്ടിക്കൊണ്ട് നമ്മളുടെ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ഹെൽത്തിനെ കൂട്ടുക എന്നുള്ളതാണ് NEP മുമ്പോട്ട് വയ്ക്കുന്ന കാറ്റലൈസിങ് ക്വാളിറ്റി അക്കാഡമിക് റിസർച്ച് എന്ന് പറയുന്ന പോയിന്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിൽ എന്താണ് റിസർച്ച് എന്ന് പറയുന്നത്? റിസർച്ചിൻ്റെ സെൻട്രലൈസേഷനെ പറ്റി നമ്മൾ സംസാരിച്ചു, PMRFനെ വെച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻസ് ടു PhD എന്ന് പറയുന്ന ഒരു അഡീഷൻ നമ്മൾ നെറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. FIUGP അല്ലെങ്കിൽ 4 ഇയർ UG പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നവർക്ക്, ഹോണേഴ്സ് സെലക്ട് ചെയ്യുന്നവർക്ക്, ഹോണേഴ്സിന് ശേഷം റിസർച്ചിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട്, 1 ഇയർ PGക്ക് ശേഷം റിസർച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, PGക്ക് ശേഷം റിസർച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള അവസരങ്ങളെല്ലാം തന്നെ എന്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്? നെറ്റുമായിട്ട് ഏകീകരിപ്പിച്ചിട്ടുണ്ട്. കാരണം നെറ്റ് പരീക്ഷയുടെ സാധ്യതകളെ കൂട്ടുക എന്നുള്ളതാണ്. അതിനാണ് റിസർച്ചിൻ്റെ സെൻട്രൽ ഗേറ്റ്വേ ആക്കി നെറ്റിനെ മാറ്റാനുള്ള കാരണം. ആൻഡ് എന്തുകൊണ്ട് റിസർച്ചിൻ്റെ സെൻട്രൽ ഗേറ്റ്വേ ആയിട്ടുള്ള നെറ്റ് ഇമ്പോർട്ടൻ്റ് ആകുന്നു? അത് നമുക്ക് റിസർച്ചിനെ പറ്റി NEPയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോളജ് ക്രിയേഷൻ ആൻഡ് റിസർച്ച് ആർ ക്രിട്ടിക്കൽ ഇൻ ഗ്രോയിങ് ആൻഡ് സസ്റ്റെയിനിങ് എ ലാർജ് ആൻഡ് വൈബ്രന്റ് എക്കോണമി, uplifting society, continuously inspiring a nation to achieve even greater heights. Indeed, some of the most prosperous civilizations such as India, Mesopotamia, Egypt and Greece to the modern era, United States, Germany, Israel, South Korea and Japan
are strong knowledge societies that attained intellectual and material wealth in large part through celebrated and fundamental contribution to knowledge in the realm of science and all. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഗോൾസിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മുടെ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എഡ്യൂക്കേഷനിൽ, റിസർച്ചിലാണ്. ടു ബിൽഡ് ദീസ് വേരിയസ് എലമെൻറ്റ്സ് ഇൻ എ synergistic manner and to thereby truly grow and catalyze quality research in the nation, this policy envisions the establishment of National Research Foundation. നമുക്ക് JRF നമ്മൾ കേട്ടിട്ടുണ്ട്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, സീനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അപ്പോൾ ഈ ഫെലോഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് നമുക്കിപ്പോൾ അറിയാം, വിവിധ ബോഡികളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫെലോഷിപ്പുകളുടെ ഗ്രാൻറ്റുകൾ അനുവദിച്ച് കൊടുക്കുന്നതും എല്ലാം വിവിധ ബോഡികളാണ്. റിസർച്ചിൻ്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചിന് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ബോഡി സൃഷ്ടിക്കുക, NRF സൃഷ്ടിക്കുക എന്നുള്ളത് എവിടെ പറഞ്ഞിട്ടുണ്ട്, NEP-യിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ വരുന്ന സ്ഥിതിക്ക് റിസർച്ചിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, മറ്റൊരു അക്കാദമിക തലത്തിലേക്ക്. നമ്മൾ ഒരു കാലത്ത് +2-ന് ശേഷം ഡിഗ്രി എന്ന് പറയുന്നത് ഒരു പുതിയ സിസ്റ്റം ആയിരുന്നു. അത് പയ്യെ പയ്യെ നമ്മളുടെ സിസ്റ്റം സൊസൈറ്റി ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയതനുസരിച്ച് ഡിഗ്രിയുടെ വാല്യൂ കൂടിക്കൂടി വന്നു. ഡിഗ്രി ഉള്ള കോളേജുകൾ കൂടി വന്നു, ഡിഗ്രി ഉള്ള ആളുകൾ കൂടി വന്നു, ഡിഗ്രി ഉള്ളവർക്ക് കിട്ടുന്ന ജോലികൾ കൂടി വന്നു. അതുപോലെ ഇപ്പോൾ നമ്മളുടെ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നത് റിസർച്ചാണ്. അതുകൊണ്ട് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ്റെ കീഴിൽ റിസർച്ചിന് മുൻതൂക്കം നൽകുന്ന നയങ്ങളായിരിക്കും നമ്മളുടെ രാജ്യം മുമ്പോട്ടെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അക്കാദമികമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് റിസർച്ച് സെലക്ട് ചെയ്യുന്നത് നമ്മളെ സാമ്പത്തികമായിട്ടും അക്കാദമികമായിട്ടും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാനായിട്ട് പോകുന്നത്. എന്തൊക്കെയായിരിക്കും NRFൻ്റെ ആക്ടിവിറ്റീസ്? To fund competitive peer-reviewed grant proposal of all types and across all disciplines. എല്ലാ ഡിസിപ്ലിൻസിലുമുള്ള ഗ്രാൻഡ് പ്രൊപ്പോസൽസിനെ, കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ളതിനെ തിരഞ്ഞെടുത്ത് ഫണ്ട് ചെയ്യുക. സീഡ്, ഗ്രോ ആൻഡ് ഫെസിലിറ്റേറ്റ് റിസർച്ച് അറ്റ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ റിസർച്ചിന് വളം ആയിട്ടും വേരായിട്ടും പ്രവർത്തിക്കുക എന്നാണ്. അറ്റ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് വെയർ റിസർച്ച് ഈസ് കറൻ്റ്ലി ഇൻ എ നാസെൻ്റ് സ്റ്റേജ്. എന്താണ്, റിസർച്ചിന് മുൻതൂക്കം കൊടുക്കാത്ത ക്യാമ്പസുകളിലും റിസർച്ച് കൊണ്ടുവരിക. ആക്ട് ആസ് ലിയാസിയൻ ബിറ്റ്വീൻ റിസർച്ചേഴ്സ് ആൻഡ് റെലവൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ് ആസ് വെൽ ആസ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയായിട്ട്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബന്ധം, ഇൻഡസ്ട്രിയുമായിട്ടും ഗവൺമെൻറ് ബ്രാഞ്ചുകളുമായിട്ടും റിസർച്ചേഴ്സിനെ ബന്ധിപ്പിക്കുക. ജോലി, തൊഴില്, റിസർച്ചേഴ്സിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അതിലൂടെ റിസർച്ചേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളത് ഇതിലെ കാര്യമാണ്. പോളിസി മേക്കേഴ്സ് കോൺസ്റ്റന്റ്ലി മെയ്ഡ് അവെയർ ഓഫ് ദ ലേറ്റസ്റ്റ് റിസർച്ച് ബ്രേക്ക് ത്രൂസ്, റെക്കഗ്നൈസ് ഔട്ട്സ്റ്റാൻഡിംഗ് റിസർച്ച് ആൻഡ് പ്രോഗ്രസ്. ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിസർച്ചിനെയും അതിൻ്റെ പ്രോഗ്രസിനെയും മനസ്സിലാക്കുക എന്നത് NRFൻ്റെ, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ്റെ കർത്തവ്യങ്ങളായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുമ്പോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, the regulatory system of higher education will ensure that the distinct functions of regulation, accreditation, funding and academic standards setting will be performed by distinct, independent and empowered bodies. This is considered essential to create checks and balance in the system, minimize conflicts of interest and eliminate concentrations of power. To ensure the four institutional structures carrying out these four essential functions work independently yet at the same time and work in synergy towards common goals, these four structures will be set up as four independent verticals within one umbrella institution, the Higher Education Commission of India. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ മറ്റ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിസ്റ്റവും അതിന് പാരലലി നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റവും കൂടെ കൊണ്ടുവരുന്നത് നമ്മളെ കേന്ദ്രീകരിച്ചാണ്, നെറ്റ് ആസ്പിരൻസിനെ കേന്ദ്രീകരിച്ചാണ്. വെറും അധ്യാപകരാവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പരീക്ഷയല്ല നെറ്റ്. നമുക്ക് റിസർച്ചിലേക്കും മറ്റ് തൊഴിലവസരങ്ങളിലേക്കും റിസർച്ച് കേപ്പബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് അഡ്മിഷൻസ് ടു PhD എന്ന് പറയുന്നത്
ഒട്ടും ഇൻവാലിഡ് അല്ലാത്ത ഒന്നല്ല എന്ന് നമ്മൾ വീണ്ടും 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 എടുത്തു പറയുന്നത് വാലിഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എങ്ങനെ അത് ഭാവിയിൽ വാലിഡ് ആകുന്നു എന്നുള്ളതാണ് ഈ NRFഉം HECIയും നമ്മളോട് പറയുന്നത്. ആൻഡ് ഇങ്ങനെ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ വരികയും HECI വരികയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും റിസർച്ചിൻ്റെ വാല്യൂ കൂടും, നെറ്റിൻ്റെ വാല്യൂവും കൂടും. പക്ഷേ നെറ്റ് പരീക്ഷയ്ക്ക് എന്ത് സംഭവിക്കും? അതിലേക്കാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. HECI എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നിലവിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ AICTE പോലെയുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം ലയിപ്പിച്ചുകൊണ്ട് UGC ലയിപ്പിച്ചുകൊണ്ട് HECI ആക്കുക എന്ന് പറയുന്നത് ഒരു 1 ഇയർ മാക്സിമം അല്ലെങ്കിൽ 2 ഇയേഴ്സ് എടുക്കുന്നൊരു പ്രോസസ് ആയിരിക്കും. അതായത് UGC നടത്തുന്ന നെറ്റ് പരീക്ഷകൾ ഇനി 1 വർഷം മുതൽ 2 വർഷം വരെ കാണുകയുള്ളൂ. 1 വർഷം മുതൽ 2 വർഷം വരെ കാണുകയുള്ളൂ. അപ്പോൾ ഈ വരുന്ന ഡിസംബറിൽ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്രയും പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്. UGCയുടെ നയങ്ങൾക്കനുസരിച്ച് എന്ത് മാറ്റമാണ് എന്തിന് വരാൻ പോകുന്നത്, നെറ്റിന് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാം. അതിനനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഈ ഡിസംബറിൽ കൊടുക്കാം. കാരണം ഈ ഡിസംബറിന് ശേഷം അടുത്ത ജൂണിലേക്ക് HECI നിലവിൽ വന്നു കഴിഞ്ഞാൽ നെറ്റ് പരീക്ഷ നടത്തുന്നത് NTA എന്ന് പറയുന്ന ബോഡിയാണ്. പക്ഷേ അതിൻ്റെ അക്കാഡമിക് റെഗുലേഷൻസ് തീരുമാനിക്കുന്ന ബോഡി HECI ആയിട്ട് മാറും. അങ്ങനെ HECI ആയി മാറിക്കഴിഞ്ഞാൽ അവർ കൊണ്ടുവരാൻ പോകുന്ന കരിക്കുലം എന്താണ്, സിലബസ് എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിസംബറിലേക്ക് സിലബസ് ചേഞ്ച് പ്രതീക്ഷിക്കാവുന്നതാണോ? ഡിസംബറിന് ശേഷം ഉറപ്പായിട്ട് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? സിലബസ് ചേഞ്ച് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ നമ്മൾ ഇന്ന് പഠിക്കുന്ന സിലബസ് കൊണ്ട് നമ്മൾ അവസാനമായിട്ട് എഴുതാൻ പോകുന്ന നെറ്റ് എക്സാം ഡിസംബർ 2025 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഡിസംബറിലെ നെറ്റ് പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. സിലബസ് മാറാം, ടഫർ ആകാം, എക്സാം പാറ്റേൺ ടഫർ ആകാം. ഈ പറഞ്ഞിട്ടുള്ള അഡ്മിഷൻസ് ടു PhD, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, JRF എന്നുള്ളതിൻ്റെ മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വരാം, ഇതിൻ്റെ ക്വാളിഫയിങ് ലെവൽസിൽ വ്യത്യാസം വരാം, പേപ്പറുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡിസംബറിലെ നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് UGC ഒരുപക്ഷെ നടത്താൻ പോകുന്ന അവസാനത്തെ നെറ്റ് പരീക്ഷയായിരിക്കും ഡിസംബർ 2025 നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഒരിക്കലും നമ്മൾ നെറ്റ് പരീക്ഷയെ ഇനി ലാഘവത്തോട് കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് നെറ്റ് എക്സാം എഴുതിയാൽ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ പോകുന്നില്ല, ഞാൻ റിസർച്ചിലേക്ക് മുമ്പോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വലിയൊരു തെറ്റായിരിക്കും. വളർന്നു വരുന്ന ഇന്ത്യയുടെ അക്കാദമിക ഭാവി ഊന്നി നിൽക്കുന്നത് റിസർച്ചേഴ്സിലാണ്. റിസർച്ചേഴ്സിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന അവസരങ്ങൾ വളരെ വലുതാണ്. നമുക്ക് ഈ സെഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ഉള്ള ജോലി സാധ്യതകളും ഈ പരീക്ഷയെ സെൻറ്റർ ചെയ്ത് തന്നെയായിരിക്കും. പോസ്റ്റ് ഗ്രാജുവേഷനുള്ള എല്ലാവരും തന്നെ ക്ലിയർ ചെയ്തിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ ആണ് നെറ്റ്. നെറ്റ് ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമേ ഇനി മുമ്പോട്ട് ഉയർന്ന തസ്തികകളിലേക്ക് ജോലി സാധ്യത ലഭ്യമാവുകയുള്ളൂ. റിസർച്ച് ഫോളോ ചെയ്യുന്നവർക്ക് ഇനിയും പുതിയ പോസ്റ്റിങ്ങുകൾ, പുതിയ തൊഴിലവസരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഗവൺമെൻറ് ആസ് വെൽ ആസ് പ്രൈവറ്റ് ആസ് വെൽ ആസ് കോർപ്പറേറ്റ് ബോഡികളിൽ ജോലി സാധ്യതകൾ ഉയർന്ന തോതിൽ ലഭിക്കാൻ പോകുന്നത്. ഇതിനെല്ലാത്തിനുമുള്ള ഒറ്റ ഉത്തരവെന്ന് പറയുന്നത്, ആദ്യ ചവിട്ടുപടി എന്ന് പറയുന്നത് നെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ മാറാൻ പോകുന്ന നെറ്റിനെ മാറുന്നതിന് മുൻപ് തന്നെ ചെറിയ മാറ്റങ്ങളോടുകൂടി തന്നെ ഒരുമിച്ച് പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. ഈ ഡിസംബറിൽ തന്നെ നെറ്റ് ക്ലിയർ ചെയ്തെടുക്കാം. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രിപ്പയറിംഗ് യുവർ ബെസ്റ്റ് ഫോർ ഡിസംബർ 2025 ആൻഡ് വി ആർ ക്ലിയറിംഗ് നെറ്റ് ആൻഡ് JRF in December 2025. I hope the video was useful for you.
NEPയെ പറ്റിയും NEPയുടെ നെറ്റിനെ പറ്റിയുള്ള ആപ്ലിക്കേഷൻസിനെ പറ്റിയും HECIയെ പറ്റിയും NRFനെ പറ്റിയും റിസർച്ച് ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി റിസർച്ച് പ്രോഗ്രസ് എന്താണ് റിസർച്ചിൻ്റെ ആവശ്യകത, റിസർച്ചിലുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെ എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും ഉറപ്പായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടൺ അമർത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആസ്പിരന്റ് സുഹൃത്തുക്കളിലേക്കും ഈ അറിവ് ഷെയർ ചെയ്തെത്തിക്കുക. കൂടുതൽ എക്സൈറ്റിംഗ് ആൻഡ് ഇൻഫർമേറ്റീവ് ന്യൂസ് ആൻഡ് നോളജുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് മീ അൽഫിൻ അബ്ദുൽ സലാം സൈനിങ് ഓഫ്. താങ്ക് യു.